ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. പാവയ്ക്ക തോരൻ കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല, കയ്പുള്ളതായതുകൊണ്ട് ഇന്ന് ഈ രീതിയിലൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണം. പാവയ്ക്ക നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം തോരനുണ്ടാക്കാൻ, അപ്പോൾ കയ്പതി ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വലിയ പാവയ്ക്കയ്ക്ക് ഞാൻ ഒരു സവോള, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഒരു അരമുറി തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. പാവയ്ക്ക് നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് വരാം. ഞാൻ നമ്മുടെ പാവയ്ക്കയും ഇഞ്ചിയും പച്ചമുളകും സവോളയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി കൊത്തി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ സവോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തേങ്ങയും ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഉപ്പൊക്കെ കുറച്ച് നേരം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് അധികം കയ്പില്ലാതിരിക്കുന്നത്. ആ ഉപ്പിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാവയ്ക്ക കയ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ഈ രീതിയിലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം കയ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. കടുക് ഏകദേശം പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക അങ്ങിട്ട് കൊടുക്കാം. ഒന്ന് ആവി വന്നതിന് ശേഷം ഇനി ഇളക്കി കൊടുത്താൽ മതി. കാരണം നമ്മൾ നേരത്തെ
എല്ലാം ഇളക്കി വെച്ചതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇളക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് ആവി വരാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായി മൂടി വെച്ച് ആവി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. നന്നായി ആവി ഒന്ന് വരട്ടെ. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അധിക സമയമൊന്നും വേണ്ട. നന്നായിട്ട് കൊത്തിയരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും. ഉണ്ടോ, ഇപ്പം തന്നെ ഏകദേശം സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നാൽ തന്നെ ഇത് വേവായിക്കോളും. നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക വെന്തോ നമുക്ക് നോക്കാം. ഉപ്പൊക്കെ നോക്കണം നമുക്ക്. വേണ്ടില്ലേ, പാവയ്ക്ക വേവായിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അധികം കയ്പൊന്നും ഉണ്ടാവില്ല. ഉപ്പ് നോക്കാം നമുക്ക്. ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഒരു കാര്യം, പാവയ്ക്കയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതൽ ഒഴിക്കണം. ഉപ്പ് കൂടുതൽ ഇടുമ്പോഴാണ് അതിൻ്റെ കയ്പ്പ് കുറച്ചുകൂടി ഇല്ലാതെയാവുന്നത്. ഉപ്പിലാണ് കയ്പ്പ് രസം കുറയ്ക്കുന്നത്. അപ്പോൾ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കിയ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്താൽ കയ്പ്പും കുറവായിരിക്കും. അല്ലെങ്കിൽ പാവയ്ക്ക ഭയങ്കര കയ്പ്പായതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ളതാണല്ലോ പാവയ്ക്ക. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് കൊത്തിയരിഞ്ഞ് ഏകദേശം അതേ ക്വാണ്ടിറ്റി തന്നെ വേണം നമുക്ക് തേങ്ങയും സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. എരിവിന് വേണ്ടി പച്ചമുളക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇഞ്ചിയുടെ ടേസ്റ്റാണ് പാവയ്ക്കയിൽ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ആവി കയറിയാൽ മതി. 2 മിനിറ്റ് ഒന്ന് കയറിയാൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആവി കയറി വെന്ത് വന്നോളും. അതാ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റു ഡിഷുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. Okay, bye.